നമസ്കാരം. ഞാൻ ഈയിടെയായിട്ട് ഫൈബ്രോയിഡിൻ്റെ വീഡിയോ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഫൈബ്രോയിഡിൻ്റെ പേഷ്യൻസ്, യൂട്രൈൻ ഫൈബ്രോയിഡ്, ഗർഭാശയ മുഴയുടെ പേഷ്യൻസ് ഒരുപാട് കൂടുതലാണ്. അപ്പോൾ പലപ്പോഴും എനിക്ക് പേഷ്യൻസിന് അടുത്ത് ഫസ്റ്റ് പറയാനുള്ളത്, ഞാനൊരു ഡിസ്ക്ലെയിമർ ആയിട്ട് തന്നെ പറയാം, നിങ്ങൾ ഇതൊരു വലിയ മാറാരോഗമായിട്ട് കാണരുത്. ഒന്നാമത്തെ വിഷയം എനിക്കതാണ് പറയാനുള്ളത്. ഫൈബ്രോയിഡ് വരിക എന്ന് പറയുമ്പോൾ തന്നെ എന്തോ എല്ലാം ലോകം അവസാനിച്ചു എന്നുള്ള രീതിയിലാണ് പലരോട് വരുന്നത്. ചില കേസുകൾ നിർബന്ധമായിട്ടും സർജറി വേണ്ടതുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയും കൂടെ വേണം. പിന്നെ ചില കേസുകളിലാണെങ്കിൽ നമുക്ക് മരുന്നിൽ മാത്രം മാറ്റം വരാവുന്നതേ ഉള്ളൂ, ചിലതിന് ട്രീറ്റ്മെൻറ്റ് ആവശ്യമേ വരാറില്ല. അപ്പോൾ ഇങ്ങനെ പല കാറ്റഗറി ഓഫ് അസുഖങ്ങളുണ്ട്. നിങ്ങൾക്കൊരു സ്കാൻ റിപ്പോർട്ടിൽ ഫൈബ്രോയിഡ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് അതിന് സ്പെഷ്യലൈസ് ചെയ്ത അല്ലെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടറെ പോയി കാണുക എന്നുള്ളതാണ്. ആ ഡോക്ടറെ കാണിച്ചതിന് ശേഷം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഇവാലുവേഷൻ കിട്ടും. അത് പ്രകാരം ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോവുകയും നിങ്ങൾക്ക് ഈ രോഗം മാറുകയും ചെയ്യും. ആദ്യം തന്നെ ഗർഭാശയ മുഴ എന്തുകൊണ്ടാണ് വരുന്നത്? ഈസ്ട്രോജൻ നമ്മുടെ ബോഡിയിൽ എത്ര എക്സസീവ്ലി നിൽക്കുന്നു അത്രയും കാലയളവിലാണ് നമുക്ക് ഈ ഗർഭാശയ മുഴ ഉണ്ടാകുന്നത്. അതായത് ഈസ്ട്രോജൻ എന്ന സ്ത്രീ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ 15 വയസ്സ് തൊട്ട് ഏതാണ്ട് മെനപ്പോസ് വരെ, മെൻസസ് നിൽക്കുന്നവരെ 55 വയസ്സ്, ചിലപ്പോൾ 50 വയസ്സ് വരെയൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. ആ ഒരു പീരിയഡിൽ, ആ ഒരു റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലാണ് നമുക്ക് ഫൈബ്രോയിഡ് വരാനുള്ള സാധ്യത കൂടുതൽ. പലരുടെയും ലൈഫിൽ എപ്പോഴെങ്കിലും ഫൈബ്രോയിഡ് വന്നും പോയിട്ടുണ്ടാകാം, അത് നിങ്ങൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. എന്നാൽ ചില ആൾക്കാരുണ്ട്, അവർക്ക് ഫൈബ്രോയിഡ് വന്നു കഴിഞ്ഞാൽ വളരെയധികം ലക്ഷണങ്ങൾ കാണിക്കും. എന്തൊക്കെയാണ് ഫൈബ്രോയിഡ് കൊണ്ടുണ്ടാകുന്ന ലക്ഷണങ്ങൾ നോക്കാം. ഒന്ന്, ഹെവി ബ്ലീഡിങ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഉണ്ടാകുന്നത് അമിതമായിട്ടുള്ള ബ്ലീഡിങ്, നീണ്ടു നിൽക്കുന്ന ബ്ലീഡിങ്, ചിലപ്പോൾ 10 ദിവസം, 15 ദിവസം, 20 ദിവസം, ചിലപ്പോൾ ബ്ലീഡിങ് സ്റ്റോപ്പായൊരു സമയമേ അവർക്ക് ഉണ്ടാവില്ല. രണ്ടാമത്തത്, നിങ്ങൾ ബന്ധപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് വേദന വരിക, ബന്ധപ്പെടുന്ന സമയത്ത് ഡിസ്ചാർജ് ബ്ലീഡിങ് ആയിട്ട് വരിക. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് പീരീഡ് ആവാതിരിക്കാം. ചില ആൾക്കാരിൽ ഇറഗുലർ സൈക്കിൾ മാത്രമായിരിക്കും, ഹെവി ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ക്രമം തെറ്റിയുള്ള ആർത്തവം, ചില മാസങ്ങളിൽ ആർത്തവമല്ല, ആർത്തവം ഉണ്ടാവുന്ന സമയങ്ങൾ കൂടുതൽ വരിക. ഇനി ബ്ലഡ് ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവാം, ആർത്തവം ബ്ലഡ് വളരെ കുറവായിരിക്കും, സ്പോട്ടിംഗ് ആയിട്ട് ബ്ലഡ് പോകുന്ന അവസ്ഥ. ഇതിൻ്റെ കൂടെ തന്നെ മൂത്രം പോകാനുള്ള തടസ്സം, മൂത്രം മുഴുവനായിട്ട് പോയിട്ടില്ല, മൂത്രം ഒഴിക്കുന്ന ഭാഗത്ത് ബുദ്ധിമുട്ടുകളുണ്ട്, മൂത്രം ഒഴിക്കുന്ന ഭാഗത്ത് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ട്, മലം പോകാനുള്ള പ്രയാസം, മലം പോകുമ്പോഴുള്ള വേദന, പുറമെ ഊരവേദന അഥവാ ബാക്ക് പെയിൻ, ഇത്രയും ഇഷ്യൂസാണ് ജനറലി ആൾക്കാർ വന്നിട്ട് പറയാറുള്ളത്. അപ്പോൾ ഫസ്റ്റ് എന്താ, ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് റൂൾ എന്നുള്ള നിലക്ക് ഫസ്റ്റ് ഈ ഒരു യൂട്രൈൻ സ്കാനാണ് തരിക. ആ സ്കാനിൽ നിങ്ങൾക്കുള്ള ഫൈൻഡിങ് ഒരു പക്ഷേ ഫൈബ്രോയിഡ് ഉണ്ടാവും. ഇനി ഈ ഫൈബ്രോയിഡ് ഏതൊക്കെ ടൈപ്പാണ് ഡോക്ടറെ വരുന്നത്, ഏതൊക്കെ ഫൈബ്രോയിഡാണ് നമ്മൾ പേടിക്കേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ കേസിൽ നമുക്ക് യൂട്രസിൻ്റെ ഭിത്തിയിൽ തന്നെ കാണുന്ന ഫൈബ്രോയിഡ്, ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ്, മരുന്നുകളോട് പെട്ടെന്ന് തന്നെ പ്രതികരിക്കാൻ സാധ്യതയുള്ള ടൈപ്പ് ഫൈബ്രോയിഡാണ്. ഇത്തരം ഫൈബ്രോയിഡുകൾക്ക് ബ്ലീഡിങ് വളരെയധികം ഉണ്ടാവാം, വേദന അധികമായിട്ട് ഉണ്ടാവാം. ചില ആൾക്കാർക്ക് വേദനയും ബ്ലീഡിങ്ങും ഒന്നും ഉണ്ടാവില്ല, എല്ലാം നോർമലായിരിക്കും. അവർ ചിലപ്പം ഓട്ടോമാറ്റിക്കലി വേറെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ എടുക്കുന്ന സ്കാനിലായിരിക്കും ഫൈബ്രോയിഡ് ഡയഗ്നോസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ യൂട്രസിൻ്റെ ഗർഭാശയ ഭിത്തിയോട് തന്നെ ചേർന്നിട്ട് ഉള്ളിൽ, ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ വളരുന്ന ഫൈബ്രോയിഡ് ആകുമ്പോൾ അതിന് ഹെവി ബ്ലീഡിങ് ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. എന്നാൽ മരുന്നുകളിലൂടെ ഏറ്റവും കൂടുതൽ ചുരുങ്ങുന്ന ഫൈബ്രോയിഡ് സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ് അഥവാ ഗർഭാശയത്തിൻ്റെ അകത്തുള്ള ഫൈബ്രോയിഡാണ്. ഇനി സബ്സീറസ് ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞ ഫൈബ്രോയിഡിന് ഗർഭപാത്രത്തിൻ്റെ പുറത്ത് ഡെവലപ്പ് ചെയ്യുന്ന ഫൈബ്രോയിഡ്. ഇത്തരം ഫൈബ്രോയിഡുകൾ യൂഷ്വലി നല്ലോണം പ്രഷർ സിംറ്റംസ് ഉണ്ടാക്കാം, മറ്റുള്ള വിസറ അല്ലെങ്കിൽ മറ്റുള്ള ഓർഗൻസിന് ഇതൊരു പെർമനൻറ്റ് പ്രഷർ അല്ലെങ്കിൽ ഡാമേജ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ മൂത്രം പോകാനുള്ള പ്രയാസം, മലം പോകാനുള്ള പ്രയാസം എല്ലാം ഈ ഗർഭപാത്രത്തിൻ്റെ ഭിത്തിയോട് മുന്നിലോട്ടായിട്ട് വളരുന്ന ഫൈബ്രോയിഡുകൾ, ആൻറ്റീരിയർലി വളരുന്ന ഫൈബ്രോയിഡുകൾ പ്രഷർ ഉണ്ടാക്കാം. ഇനി ഉള്ളിൽ വളരുന്ന ഫൈബ്രോയിഡുകൾ തന്നെ വളരെ വലിയ സൈസിൽ വളരുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ മറ്റുള്ള വിസറക്ക് പ്രഷർ ഉണ്ടാവുകയും മൂത്രം പോകാനും മലം പോകാനും പ്രയാസം കാണുകയും ചെയ്യാം. ഈ സബ്സീറസ് അഥവാ ഗർഭപാത്രത്തിൻ്റെ പുറത്ത് വളരുന്ന ഫൈബ്രോയിഡുകൾ സ്വതവേ മെനപ്പോസ് കഴിയുമ്പോൾ ചുരുങ്ങാൻ പ്രയാസമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയൊക്കെ ഫൈബ്രോയിഡ് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ ഈസ്ട്രോജൻ ഹോർമോൺ അളവ് കൂടുമ്പോഴാണ് ഫൈബ്രോയിഡ് വളരുകയും ഫൈബ്രോയിഡ് ഉണ്ടാവുകയും ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെയാണെങ്കിൽ മെനപ്പോസ് ആവുമ്പോൾ, മെൻസസ് അവസാനിക്കുമ്പോൾ ഇത് ചുരുങ്ങുകയും ചെയ്യില്ലേ? യെസ്, ഡെഫിനറ്റ്ലി മെൻസസ് നിൽക്കുമ്പോൾ ഈ സംഭവങ്ങൾ ഫൈബ്രോയിഡ്സ് ചുരുങ്ങി വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിൽ തന്നെ സബ്സീറസ് ഫൈബ്രോയിഡ് അഥവാ ഗർഭപാത്രത്തിനോട് പുറത്ത് വളരുന്ന ഫൈബ്രോയിഡ് വളരെ പതിയെ ചുരുങ്ങുള്ളൂ, ചിലപ്പോൾ ചുരുങ്ങിയില്ല എന്നും വരും. നമ്മൾ സർജറി റെക്കമെൻഡ് ചെയ്യുന്ന കേസ് ഏതൊക്കെയാണ്? ഡോക്ടർ നിർബന്ധമായിട്ടും സർജറി ചെയ്യണം, അല്ലെങ്കിൽ പല ആൾക്കാരെന്നെ കോൺടാക്ട് ചെയ്യാറുള്ളത് ഇത് സർജറി പറഞ്ഞ കേസാണ്, നിർബന്ധമായിട്ടും സർജറി ചെയ്യേണ്ട കേസാണോ എന്ന് ചോദിച്ചിട്ടാണ്. അതിൽ സർജറി ചെയ്യേണ്ട കേസ് എന്ന് പറയുമ്പോൾ നമ്മൾ മരുന്ന് കൊടുത്തിട്ടും ഫൈബ്രോയിഡ് ചുരുങ്ങുന്നില്ല, ഒരു 3 മാസം നമ്മളൊരു ലിമിറ്റ് പറയും, ആ ഒരു പീരീഡെങ്കിലും നിങ്ങൾ മരുന്ന് കഴിച്ച് നോക്കണം ഇത് മരുന്നിൽ ചുരുങ്ങുന്നതാണോ എന്നറിയാൻ. മരുന്നിൽ ചുരുങ്ങുന്നില്ല, നിങ്ങളുടെ ബ്ലീഡിങ് അറസ്റ്റ് ആവുന്നില്ല, നിങ്ങൾക്ക് BP-യുടെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനീമിക്കാണ്, ബ്ലഡ് വളരെയധികം 7-നും 8-നും താഴെയൊക്കെ HB പോകുന്നുണ്ട്, ഫൈബ്രോയിഡ് നിലനിൽക്കുന്നുണ്ട്, മരുന്നിനോട് പ്രതികരിക്കുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സർജറി വേണ്ടതായിട്ട് വരും.
എന്നാൽ നിങ്ങൾ മരുന്നിനോട് നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്, 3 മാസത്തെ മരുന്ന് കഴിച്ചപ്പോഴേക്കും ഫൈബ്രോയിഡ് നല്ല രീതിയിൽ ചുരുങ്ങി വരുന്നുണ്ട്, നിങ്ങളുടെ ബ്ലീഡിങ് റെഗുലർ ആയിട്ടുണ്ട്, വേദന കുറഞ്ഞിട്ടുണ്ട്, മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസിയൊക്കെ പിന്നെ ക്ലിയർ ആയിട്ടുണ്ട്, പിന്നെ മൂത്രം മുഴുവനായിട്ട് പോയി സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്, മലം കൃത്യമായിട്ട് പോകുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ ഡിസീസ് പ്രോഗ്നോസിസ് ബെറ്റർ ആണ്, അല്ലെ ഒരു ബെറ്റർ റിസൾട്ടിലേക്ക് നിങ്ങൾ പോകുക അത്തരം കേസുകൾ സർജറി ആവശ്യമായിട്ട് വരില്ല. എന്നാൽ മരുന്നിനോട് പ്രതികരിക്കാത്ത ടൈപ്പ് ഫൈബ്രോയിഡ് ആകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സർജറി ചെയ്യേണ്ടി വരും. എന്നാൽ ചില ഫൈബ്രോയിഡുകൾ സ്ത്രീകൾക്ക് ഡയഗ്നോസ് ചെയ്തിട്ട് പിന്നെ വളരില്ല, മറ്റ് അപകടങ്ങൾ ഉണ്ടാക്കുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തതിന് ശേഷം നമുക്ക് സർജറി ഒഴിവാക്കി ട്രീറ്റ്മെൻറ്റിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ബ്ലഡ് ടെസ്റ്റുകൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. ക്യാൻസർ ഹിസ്റ്ററി, ഫാമിലിയിൽ എപ്പോഴെങ്കിലും സെർവിക്കൽ ക്യാൻസർ ഹിസ്റ്ററി ഉണ്ട്, അല്ലെങ്കിൽ ഓവേറിയൻ ക്യാൻസർ ഹിസ്റ്ററി ഉണ്ട്, യൂട്രൈൻ ക്യാൻസർ ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിൽ അതിനാവശ്യമാവുന്ന ബ്ലഡ് ടെസ്റ്റുകൾ മുൻകൂട്ടി ചെയ്യുകയും ഫാമിലി ഹിസ്റ്ററി ഡയഗ്നോസ് ചെയ്ത ഡോക്ടറോട് പറയുകയും ചെയ്യണം. അപ്പോൾ ഇത്തരം കേസുകളെല്ലാം ഫോളോ അപ്പ് ചെയ്ത് കൃത്യമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളിൽ പോവുകയാണെങ്കിൽ ഫൈബ്രോയിഡിന് പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി പറയാനുള്ളത് ഇതിന് ഡയറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഹെൽത്തി ഡയറ്റ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം നമ്മൾ ഡയബറ്റിക് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റ് ഫോളോ ചെയ്യേണ്ട ഒരു ഡയറ്റ് ഉണ്ടാവും, PCOD ഉള്ള ഒരാൾ ഫോളോ ചെയ്യേണ്ട ഒരു ഡയറ്റ് ഉണ്ടാവും, തൈറോയ്ഡ് പ്രോബ്ലംസ് ഉള്ള ഒരാൾ ഫോളോ ചെയ്യേണ്ട ഒരു ഡയറ്റ് ഉണ്ടാവും. അത്തരം പ്രശ്നങ്ങളെ നമുക്ക് വളരെ ലളിതമായിട്ട് തന്നെ ഡയറ്റിലൂടെ മാറ്റിയെടുക്കാൻ പറ്റും. എന്നാൽ ഡയറ്റ് മാത്രം ചെയ്താൽ മതിയോ? പറ്റില്ല. ഡയറ്റ് ഇതിനൊരു മാനേജ്മെൻ്റ് ആണ്, അത് എപ്പോഴും മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു ഹോം റെമഡിയോ ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു ഡയറ്റോ ചെയ്തുകൊണ്ട് നിങ്ങളുടെ രോഗം പൂർണ്ണമായിട്ട് മാറില്ല. ബട്ട് രോഗം നിങ്ങൾക്ക് ഉള്ള സ്റ്റേജിൽ പിടിച്ചു നിർത്താൻ പറ്റും. കൂടെ മരുന്നും കൂടെ ഉണ്ടാകുമ്പോൾ രോഗം പിറകോട്ട് വരികയും ചെയ്യും. ഇതിൽ തന്നെ നിങ്ങൾ സ്നാക്സ് ഐറ്റംസ്, ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന ഐറ്റംസ് തീരെ കഴിക്കാൻ പാടില്ല. ഷുഗറി ഡ്രിങ്ക്സ്, അതുപോലെ തന്നെ ക്യാൻഡ് ഡ്രിങ്ക്സ്, പിന്നെ എയറേറ്റ് ഡ്രിങ്ക്സ്, ഇത്തരം ഡ്രിങ്ക്സ് ഒന്നും പാടില്ല. സ്നാക്ക് ഐറ്റംസ് ബേക്കറിയിൽ നിന്ന് വാങ്ങുന്നൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. മാക്സിമം പച്ച നിറത്തോടു കൂടിയ പച്ചക്കറികൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഇനി ഈ പിന്നെ ആൾക്കാർ എന്നോട് പറയുന്നത് ഗർഭിണിയാവാൻ സാധിക്കുമോ എന്നുള്ളത് ചോദിക്കാറുണ്ട്. ചെറിയ സൈസ് ഫൈബ്രോയിഡുകൾ യൂഷ്വലി ഗർഭധാരണത്തിന് തടസ്സമല്ല, എന്നാൽ ഗർഭം മുന്നോട്ട് കൊണ്ടുപോകാൻ പലപ്പോഴും തടസ്സമാവാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഗർഭിണിയാവാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വയസ്സ് 30-ന് മുകളിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം തന്നെ ഒരു യൂട്രൈൻ സ്കാൻ ചെയ്ത് ഒരു ഡോക്ടറെ സമീപിച്ചതിന് ശേഷം നിങ്ങൾ ഗർഭിണിയാവാൻ ഓക്കെ ആണെന്ന് അന്വേഷിക്കണം. ഫൈബ്രോയിഡ് യൂഷ്വലി ഗർഭധാരണത്തിൽ ആ സമയത്ത് ഒരു ഗർഭാവസ്ഥയിൽ കൂടി വരുന്നതായിട്ടാണ് കാണാറുള്ളത്. സൈസ് കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് ഫൈബ്രോയിഡും വളരുന്നൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇനി ഡയറ്റിൽ ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ റൈസിൻ്റെ ഇൻടേക്ക് കുറക്കണം. മാക്സിമം ആർട്ടിഫിഷ്യൽ ഷുഗർ ഡയറ്റിൽ വരാതെ നോക്കണം. അവക്കഡോ, സ്ട്രോബെറി, ബ്ലൂബെറി പോലുള്ള ഫ്രൂട്ട്സ് എല്ലാം നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ചക്ക, മാങ്ങ, പിന്നെ നേന്ത്രപ്പഴം പോലുള്ളതെല്ലാം വെയിറ്റ് ഗെയിന് കാരണമാവുന്നതായതുകൊണ്ട് മാക്സിമം വെയിറ്റ് കുറക്കാനാണ് എപ്പോഴും നോക്കേണ്ടത്. ഈസ്ട്രോജൻ ലോ ആക്കണമെങ്കിൽ നമ്മുടെ ബോഡിയിലെ ഫാറ്റ് കുറയണം. ബോഡിയിൽ ഫാറ്റ് കുറഞ്ഞാൽ ഈസ്ട്രോജൻ കുറയും, ഈസ്ട്രോജൻ കുറഞ്ഞാൽ ഫൈബ്രോയിഡ് ചുരുങ്ങും. ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ ഹോർമോൺ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഈസ്ട്രോജൻ കൂട്ടാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ കൊഴുപ്പ് ബോഡിയിൽ വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ള ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കുക. ഡെയിലി വർക്കൗട്ട് ചെയ്യുക, സ്ട്രെസ്സ് കുറച്ചിരിക്കുക, ടെൻഷൻ അടിക്കാതിരിക്കുക. നിങ്ങൾക്ക് എല്ലാത്തിനും സപ്പോർട്ട് തരാൻ ഇവിടെ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അവസ്ഥകൾക്കനുസരിച്ച് സപ്പോർട്ട് കിട്ടുന്ന മാർഗ്ഗങ്ങൾ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ വിഷയത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ ഡോക്ടർ ജോബിതാപ്ഷൻ, ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, കോഴിക്കോട്, നടക്കാവ്.